എന്തുകൊണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾ വിവാഹത്തിന് മടിക്കുന്നു? അപ്പം എനിക്ക് ഇന്നുണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. ഞാൻ കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയെ കണ്ടു. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ അറിയുന്നത് പുള്ളിക്കാരി ഡിവോഴ്സ് ആവുകയാണ്, എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഞാൻ എന്താ കാര്യമെന്ന് ചോദിച്ചു. കാരണം പുള്ളിക്കാരി കല്യാണം കഴിച്ചത് കാനഡയിൽ PR ഒക്കെ ഉള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു റിച്ച് ഫാമിലിയുടെ ഒരു പയ്യനെയാണ് കല്യാണം കഴിച്ചത്. പക്ഷെ കല്യാണം കഴിച്ച ആകെ ഇവരൊന്നിച്ച് ജീവിച്ചത് വെറും 18 ദിവസമാണ്. അതിനുശേഷമാണ് ഇവർ അറിയുന്നത് ഈ പയ്യന് കാനഡയിൽ ഒരു ലിവിങ് ടുഗദർ റിലേഷൻ ഉണ്ടായിരുന്നത്. ആ ലിവിങ് ടുഗദർ റിലേഷൻ എന്ന് പറയുന്നത് ഈ പയ്യൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയുടെ കൂടെയായിരുന്നു ഇവൻ്റെ ലിവിങ് ടുഗദർ റിലേഷൻ. അപ്പം കല്യാണം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഇപ്പോൾ കാനഡ വരെ പോയി അന്വേഷിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ അവരിപ്പോൾ ഡിവോഴ്സ് ചെയ്യാണ്. ഇവളാണെങ്കിൽ ഭയങ്കര ഡിപ്രഷനിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഇവൾ കടന്നു പോകുന്നത്. അപ്പം ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങൾക്ക് പോലും പെണ്ണുങ്ങളെ കിട്ടുന്നില്ല. പിന്നെ ഈ ലിവിങ് ടുഗദറുള്ള ഈ കാനഡ UK ഇങ്ങനെയൊക്കെയുള്ള ചേട്ടന്മാർ എന്തിനിവിടെ വന്ന് ഇവിടെ നിന്നും പെണ്ണ് കിട്ടുന്നു, അവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം, ഇതൊക്കെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യണോ? ഇതൊക്കെ പോസിബിൾ ആണോ? എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇതൊരിക്കലും ആരും കണ്ടുപിടിക്കില്ലെന്നോ? എന്തിനു വെറുതെ ഒരു പെൺകുട്ടിയുടെ ലൈഫ് കളയുന്നത്? നിങ്ങൾക്ക് അവിടെ ലിവിങ് ടുഗദർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ കൂടെ അങ്ങ് ജീവിച്ചാൽ പോരെ. ഇതിപ്പം 2 ഫാമിലീസിനെയാണ് ഈ ഡിവോഴ്സ് അഫക്റ്റ് ചെയ്ത്. അത്രയും പണവും പൈസയും സ്വർണ്ണവും ഒക്കെ ചിലവാക്കി നടത്തിയ ഒരു കല്യാണം 18 ദിവസത്തിന് വേണ്ടി അല്ലല്ലോ നടത്തുന്നത്. ആ കുട്ടിക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുമായിരിക്കും. എന്തിനിങ്ങനെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നാൽ പോരെ. എന്തിനു പിന്നെ അവിടെ പോയിട്ട് നിങ്ങളുടെ പെണ്ണന്വേഷിച്ച് വരുന്നു?